പ്രഭാതഭേരി. തലമുറകളായി കേരളത്തിന്റെ കായൽ തീരങ്ങളിൽ മുഴങ്ങുന്ന റാട്ടുകളുടെ താളാത്മകമായ ശബ്ദം തൊഴിൽ മാന്യതയുടെയും ഗ്രാമീണ സമൃദ്ധിയുടെയും സുസ്ഥിര ജീവിതത്തെയും അടയാളപ്പെടുത്തി. കയർ വ്യവസായം വെറുമൊരു സാമ്പത്തിക പ്രവർത്തനമായിരുന്നില്ല. ആയിരക്കണക്കിന് കുടുംബങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ ശാക്തീകരിച്ച ഒരു ജീവിത രീതിയായിരുന്നു അത്. എന്നാൽ ഇന്ന് കുറയുന്ന ഓർഡറുകളും തൊഴിലാളി ക്ഷാമവും അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കടുത്ത മത്സരവും സിന്തറ്റിക് ബദലുകളുമായി ഈ സ്വർണ്ണനാര് നിലനിൽപ്പിനായി പോരാടുന്ന അവസ്ഥയിലാണ്. അതിന്റെ പ്രതാപകാലത്ത് കോഴിക്കോട് നിന്നുള്ള 90 വയസ്സുള്ള കയർ തൊഴിലാളി അളത്തിൽ വാസു, കേരളത്തിൽ 10 ലക്ഷത്തോളം കയർ തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിച്ചിരുന്നു. ഇപ്പോൾ വളരെ പുറകോട്ട് പോയി. കയർ സഹകരണ സംഘങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കയറിന് ഉൽപാദന ചെലവ് കൂടുതലും കയറിന് കിട്ടുന്ന വില കുറവുമാണ്. അവിടെ തമിഴ്നാട്ടിലാണെന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക് കൂലി വളരെ കുറവാണ്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കയറ് മാർക്കറ്റിൽ വില കുറച്ചിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. എന്നാലും അവർക്ക് ലാഭമാണ്. ഇവിടെ ഉൽപാദന ചെലവ് കൂടി കയറിന് വില മാർക്കറ്റിൽ കുറവാണ് കിട്ടുന്നത്. ഇതുകൊണ്ടാണ് കയറിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തൊഴിലാളികളാണെങ്കിലും ഇതിനൊപ്പം വരുന്നില്ല. ഫൈബറിന്റെ ചകിരി ഇതിന്റെ കൊടുക്കുന്ന വിലയും അതിന് വരുന്ന തൊഴിലാളികളുടെ കൂലി മറ്റുള്ള ഇതെല്ലാം ആണ് ഉൽപാദന ചെലവ് എന്നുള്ള നിലക്ക് വരുന്നത്. അതിവിടെ കൂടുതലായിട്ടാണ് വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് കയറിന്റെ വില കിട്ടുന്നില്ല. നിലവിലുള്ള പഴയ പ്രായം ചെന്ന തൊഴിലാളികൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന കയറിന്റെ തന്നെ പേര് കൊയിലാണ്ടി ചൂടി, ബേപ്പൂർ ചൂടി എന്നൊക്കെ പറയും. മുഹമ്മയിൽ നിന്ന് CP ഷാജി. ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ ഗ്രഹാതുരത്വം തുളുമ്പുന്ന ഒരു കാഴ്ചയായിരുന്നു. ഓരോ വീടുകൾക്കും 3 കുളങ്ങൾ, ഒന്ന് വെള്ളം കുടിക്കാൻ, ഒന്ന് കുളിക്കാൻ, ഒന്ന് തൊണ്ട് ചീയ്ക്കാൻ. അമ്മമാര് രാവിലെ കാപ്പിയും കുടിച്ചിട്ട് ഈ തൊണ്ട് തല്ലുക, അഴ കെട്ടി അതിലിട്ട് വിരിച്ച് ഉണക്കി ഉച്ച കഴിഞ്ഞ് അമ്മമാരെല്ലാം കൂടെ വട്ടം കൂടിയിരുന്നു. അമ്മമാര് മാത്രമല്ല, പെൺകുട്ടികൾ എല്ലാവരും വട്ടം കൂടിയിരുന്ന് നാട്ടുപുരാണം പറഞ്ഞു കയറ് പിരിച്ചിട്ട് വൈകുന്നേരം അടുത്തുള്ള ഏതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ കടകളിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ നിന്നും അരിയും മറ്റുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുടുംബം പോറ്റാനുള്ള ഒരു കാഴ്ച ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. ഈ കയറ് ആണ് പിന്നീട് ഓരോ തടുക്ക്, ഈ പപ്പട തടുക്ക് ഉൾപ്പെടെയുള്ള തടുക്ക് നെയ്യുന്ന വീട്ടുകാർ വാങ്ങിക്കുകയും ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ട് എല്ലാവർക്കും വളരെ തൊഴിലാണത്. പക്ഷെ ഇന്ന് ആ ചെറുകിട കയറും കയറ് വ്യവസായമൊക്കെ അസ്തമിച്ചു മാറി. 80% ആൾക്കാർ മറ്റു കെട്ടിട നിർമ്മാണം സാധാരണ ഗ്രാമങ്ങളിലുള്ള കൂലിവിലക്കായിട്ട് മാറിപ്പോകുകയും അതേപോലെ തന്നെ മുതിർന്ന കയർ തൊഴിലാളികൾക്ക് മറ്റൊരു തൊഴിൽ ചെയ്യുവാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാതായി മാറുന്നതും ഓരോ വ്യക്തികളുടെയും ജീവിതത്തെ ദുരിതത്തിലാക്കുന്നു. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ എല്ലാരും കൂടെ കൂടി സൊസൈറ്റിയിൽ പോയി പിരിച്ചോണ്ടിരുന്നതാണ്. അതൊരു നല്ല രസവും കൂടിയായിരുന്നു. കാരണം വൈക്കത്ത് നിന്നുള്ള കയർ തൊഴിലാളി രാധാമണി. കൂട്ടായ്മയിലും കൂടി ഞങ്ങളങ്ങനെ പിരിച്ചു പോവുക. പക്ഷെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അവിടെ അതിനുള്ള സൗകര്യങ്ങൾ കുറഞ്ഞു. പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഇല്ലാതെ വന്നു. ഓരോരുത്തർ കൊഴിഞ്ഞു പോയിട്ട് ഇപ്പൊ ഏതാണ്ട് 1, 2, 3 പേരെ മാത്രമേ പോകുന്നുള്ളൂ. കയറ് പിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ വയ്യോളം കിടന്ന് ബുദ്ധിമുട്ടിയാലും 10-300 രൂപയെ നമുക്ക് കിട്ടാറ് പതിവുള്ളൂ. 300 പോലും കിട്ടത്തില്ല. ഒരു കാലത്ത് സ്ഥിര വരുമാനത്തിനായി കയർ നൂൽക്കലും കയറ്റുപായ നെയ്ത്തും ആശ്രയിച്ചിരുന്ന ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾക്ക് ഇന്ന് സ്ഥിരമായി തൊഴിൽ ലഭിക്കുന്നില്ല. കയർ സ്ഥിരമായ ഉപജീവനമാർഗം ഉറപ്പു നൽകാത്തതിനാൽ നിരവധി തൊഴിലാളികൾ ഈ മേഖല പൂർണ്ണമായും ഉപേക്ഷിച്ച് മറ്റു മേഖലകളിലേക്ക് ചേക്കേറുന്നത് സാധാരണമായിരിക്കുന്നു. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ നടത്തുന്നവരും വലിയ ബുദ്ധിമുട്ടിലാണ്. ചേർത്തലയിൽ നിന്നുള്ള കയർ തൊഴിലാളി ബിന്ദു. സൊസൈറ്റി വഴിയാണ് നമ്മളുടെ സാധനം എടുക്കുന്നെങ്കിൽ പോലും കൃത്യമായ ഒരു പേയ്മെന്റ് കിട്ടുന്നില്ല. കുറവാണ് ഇപ്പൊ വർക്ക് നടക്കുന്നത്. ആ വർക്ക് നടക്കുന്നതിന് ആണെങ്കിലും കൃത്യമായ ഒരു ലാഭവും കിട്ടുന്നില്ല. നമ്മുടെ മുതലാളികൾ തന്നെ തമിഴ്നാട്ടിൽ പോയി പ്രൊഡക്ഷൻ യൂണിറ്റ് ആക്കി അവിടുന്ന് കയറി പോകുന്ന ഒരവസ്ഥയാണിപ്പോ. ഓർഡറുകളിലെ കുത്തനെയുള്ള ഇടിവാണ് ചെറുകിട സഹകരണ പരമ്പരാഗത കയർ യൂണിറ്റുകൾ നടത്തുന്നവരുടെ പരാതി. കോടിക്കണക്കിന് രൂപയുടെ വിറ്റുപോകാത്ത മാറ്റുകൾ, കാർപ്പറ്റുകൾ എന്നിവ കൊണ്ട് വെയർഹൌസുകൾ നിറഞ്ഞിരിക്കുന്നതായും ചില യൂണിറ്റുകൾ പൂട്ടിപ്പോയതായും റിപ്പോർട്ടുകളുണ്ട്. നമ്മുടെ സ്ഥാപനം സ്ഥാപിച്ച 1980 കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം കയർ സഹകരണ സംഘം മുൻ പ്രസിഡന്റും മുതിർന്ന തൊഴിലാളിയുമായ കെ ചന്ദ്രൻ അയ്യോത്ത്. 100ഓളം തൊഴിലാളികളെ വെച്ച് നമ്മുടെ കയർ വിരിക്കുകയും ആ സമയത്ത് കൃത്യമായ
ഉൽപാദനം വിപണനവും കൃത്യമായി നടന്നിരുന്നു. പിന്നെ അതിനുശേഷം മാർക്കറ്റിൽ വലിയൊരു മത്സരം വന്നു. കൂട്ടിയിട്ട് ഏകദേശം 2-3 വർഷത്തിലധികമായി. സർക്കാരിന്റെ ഗ്രാന്റോടുകൂടി മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയൂ. നേരത്തെ ഇൻകം സപ്പോർട്ട് സ്കീം എന്നൊരു സ്കീം ഉണ്ടായിരുന്നു. യന്ത്രവൽക്കരണത്തിലേക്ക് വന്നതോടുകൂടി ഇൻകം സപ്പോർട്ട് സ്കീം ഇല്ലാത്തൊരവസ്ഥ വന്നു. കയറ് ആള് വാങ്ങാൻ ഇല്ലാതെ പ്ലാസ്റ്റിക് ആ രംഗത്തേക്ക് പോവുകയും പിന്നെ ഉൽപാദനം കുറഞ്ഞത് കൊണ്ട് തന്നെ അവർക്ക് കൂലി വളരെ കുറവായിരുന്നു. 250-300 രൂപ മാത്രമാണ് തൊഴിലാളിക്ക് കൂലി കിട്ടുന്ന ഒരവസ്ഥ. അത് സ്ഥിരമായി ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവര് തൊഴിലുറപ്പ് പോലുള്ള തൊഴിൽ മേഖലയിലേക്ക് പോയി. കൊയർ മാറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി സെക്രട്ടറി സന്തോഷ്. അനുയോജ്യമായ റണ്ണേജിലുള്ള കയറിന്റെ ലഭ്യത വളരെ കുറവാണ്. കൃത്യമായ ഉൽപ്പന്നം നല്ല ക്വാളിറ്റിയിൽ ലഭ്യമാകാത്തത് മൂലം ഓർഡറുകൾ കുറയുകയും ഇപ്പൊ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കയറിന് ആ ക്വാളിറ്റി നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അന്യ സംസ്ഥാനത്ത് നിന്ന് അത്രയും ക്വാളിറ്റിയിൽ കയറ് ലഭിക്കാതെ വരുന്നതും കയർ മേഖല നേരിടുന്ന ഒരു പ്രതിസന്ധിയായിട്ട് ഞാൻ പറയുന്നു. അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും വലപ്പ എന്ന് പറയും, മണ്ണൊലിപ്പ എന്നിവ തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതുമാണ്. എന്നാൽ കയറിന്റെ ഗുണമേന്മ അനുസരിച്ചിട്ട് ആണ് ഇതിന്റെ ക്വാളിറ്റി വരുന്നത്. അത് ഗുണമേന്മയുള്ള കയറ് ലഭ്യമാകാത്തതും ഈ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര വില ലഭിക്കാത്തതും ഒരു പ്രതിസന്ധിയായിട്ട് കാണുന്നു. ഉൽപാദകർ അവരുടെ ജോലിക്കാരെ നിലനിർത്താൻ വേണ്ടി മാത്രം ജോലി ചെയ്യിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിന്റെ ഉൽപാദനം നടത്തുന്ന ആ വ്യക്തികൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും കിട്ടാത്ത അവസ്ഥ. അതായത് കയർ വില അമിതമാണ്, എന്നാൽ ഉൽപ്പന്നത്തിന് ആ വില ലഭിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് വളരെ മുതൽ മുടക്കി കയറെടുക്കേണ്ടി വരുന്ന അവസ്ഥ. അന്യ സംസ്ഥാനത്ത് നിന്ന് അവരാണിപ്പോൾ കയറിന്റെ വില നിശ്ചയിക്കുന്ന ഒരവസ്ഥ. ചെറുകിട കയർ ഫാക്ടറി ഉടമ MG സിദ്ധാർത്ഥൻ. ഗുണമേന്മയുള്ള കയർ കിട്ടാൻ പ്രയാസകരമാണ്. പിന്നെ കയർ കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് പൈസ സൊസൈറ്റികൾക്ക് കിട്ടാത്തതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. കൊടുക്കുന്ന ഉൽപ്പന്നത്തിന് രൊക്കം വില കിട്ടാനുള്ള സംവിധാനം ഇണക്കണം. ഞങ്ങൾ ലോൺ എടുത്താണ് വ്യവസായം നടത്തുന്നത്. സമയത്ത് കാശ് കിട്ടാത്തതുകൊണ്ട് പലിശ കൂടുതൽ കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. 60 കിലോ ഉള്ള ഒരു ഉൽപ്പന്നം ചെയ്തു വരുമ്പോൾ 70 കിലോ ആകും. അപ്പൊ നമുക്ക് അതിന്റെ അകത്തുനിന്ന് പ്രോഫിറ്റ് കിട്ടിയല്ല, കാരണം നഷ്ടത്തിലാവും വ്യവസായം ഓടുന്നത്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ഡിമാൻഡ് രീതികളാണ് കയർ എക്സ്പോർട്ടേഴ്സ് നേരിടുന്ന പ്രധാന പ്രശ്നം. ഷിപ്പിംഗ് തടസ്സങ്ങളും അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തെ ബാധിക്കുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ലോജിസ്റ്റിക്സ് ചെലവുകളിലെ ചാഞ്ചാട്ടവും കയറ്റുമതി ചെലവുകളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. നമുക്ക് വിദേശത്ത് മുൻകാലങ്ങളിൽ നമുക്ക് ഹാൻഡ്ലൂമുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ബീച്ച് ക്രീല്, വൈക്കം ക്രീല് മാറ്റുകൾക്ക് അത്യാവശ്യം ഓർഡർ ഉണ്ടായിരുന്നതാണ്. കയർ എക്സ്പോർട്ടർ ജിഹാസ്. ഇന്നത്തെ ഈ ആവശ്യത്തിനുള്ള ക്വാളിറ്റിയിലുള്ള കയർ ലഭ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യന്ത്രവൽകൃത ഉൽപ്പന്നങ്ങളായ PVC ടഫ്റ്റഡ് മാറ്റ് അത്തരം ഉൽപ്പന്നങ്ങളിലേക്ക് നമ്മുടെ ഓർഡർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ PVC ഉൽപ്പന്നങ്ങളുടെ ഓർഡർ വരുമ്പോൾ പരമ്പരാഗതമായിട്ടുള്ള തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ വരികയാണ്. പഴയ കാലങ്ങളിലുള്ള ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ആവശ്യത്തിന് കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നില്ല. കയറ്റുമതി നടക്കുന്നത് കൂടുതലും ഇപ്പൊ ചകിരിച്ചോറ്, അഗ്രി പ്രൊഡക്ട്സിനാണ് കൂടുതലായിട്ട് ഡിമാൻഡ് വിദേശം. ഈ തൊണ്ട് കൂടുതലും അതിനുപയോഗിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ചകിരി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. സുസ്ഥിരവും ജൈവവിഘടനം സാധ്യമാക്കുന്നതുമായ ഉൽപ്പന്നങ്ങളിലേക്കുള്ള ആഗോള മാറ്റം കയറിനെ ഒരു പ്രീമിയം പരിസ്ഥിതി സൗഹൃദ വസ്തുവായി പുനഃസ്ഥാപിക്കുന്നതിനുള്ള അവസരം കേരളത്തിന് നൽകുന്നുണ്ട്. നവീകരിച്ച് ബ്രാൻഡിംഗ് ചെയ്ത് മുന്നേറുവാനുള്ള നയപിന്തുണയുണ്ടായാൽ ആഗോള കയർ വിപണിയിലെ നേതൃത്വം വീണ്ടെടുക്കാൻ കേരളത്തിന് അതിന്റെ സമ്പന്നമായ പൈതൃകവും വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തിയും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞേക്കും. കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷന്റെ പ്രാഥമിക ചുമതല എന്ന് പറഞ്ഞാല് സംസ്ഥാന കൊയർ കോർപ്പറേഷൻ ജനറൽ മാനേജർ N. സുനുരാജ്. പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നും വാങ്ങി നമ്മൾ മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ള ഒരു ചുമതലയാണ് നമുക്കുള്ളത്. അത് ഏകദേശം 74 കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ കയർ കോർപ്പറേഷനുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഈ സൊസൈറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കയർ കോർപ്പറേഷൻ സംഭരിച്ച് എക്സ്പോർട്ടേഴ്സിന് കൊടുത്ത് 10% ഡിസ്കൗണ്ട്, ഗവൺമെന്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. വിദേശ വിപണി കണ്ടെത്തുന്നതിനുള്ള ഒരു വിപുലമായ ലക്ഷ്യമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കയർ കോർപ്പറേഷൻ നേരിട്ടും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏകദേശം ലാസ്റ്റ് ഇയർ 15 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്ക, ബ്രസീല്, യൂറോപ്യൻ കൺട്രീസ് എന്നീ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഈ എക്സ്പോർട്ടേഴ്സ് വഴിയും നമ്മൾ ഈ രാജ്യങ്ങളിലെല്ലാം സപ്ലൈ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇതിൽ ഇപ്പൊ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വാറ്, US ടാരിഫ് എന്നീ കാര്യങ്ങൾ വളരെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് ഈ വിപണിയെ. അതുപോലെ റോ മെറ്റീരിയൽസിന്റെ വില വർധനവ്, ഇതും ക്രമാതീതമായി വർദ്ധിച്ചത് നെഗറ്റീവ് ഇമ്പാക്ട് നമ്മുടെ ഈ ബിസിനസ്സിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. കയർ കോർപ്പറേഷൻ സംഭരിച്ച ഉൽപ്പന്നങ്ങൾ കുറെ കുടിശ്ശിക നമ്മൾ സൊസൈറ്റികൾക്ക് കൊടുക്കാനുണ്ട്. എങ്കിൽ തന്നെയും പരമാവധി ആഴ്ചയിലും നല്ലൊരു എമൗണ്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കയർ ഭൂവസ്ത്രം എന്ന ഒരു ഉൽപ്പന്നമുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി മുഖാന്തരം നമ്മൾ കേരളത്തിലെ 7 ജില്ലകളിലെ പഞ്ചായത്തുകളിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നു. തോടുകള്, പാടങ്ങള് എന്നിവയുടെ പാർശ്വഭിത്തികൾ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ കയർ ഭൂവസ്ത്രം. ആ രീതിയിൽ നമ്മൾ സപ്ലൈ ചെയ്ത ഏകദേശം ഒരു 48 കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ വിഹിതമാണ്
കൂടുതൽ കിട്ടാൻ കിടക്കുന്നത്. അതിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ 10%, 90% ബാക്കി സെൻട്രൽ ഗവൺമെന്റ് ആണ് നൽകി വരുന്നത്. പക്ഷേ ഈ ഒരു കുടിശ്ശിക നിൽക്കുന്നതുകൊണ്ട് കയർ മേഖലയിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച സൊസൈറ്റികൾക്കോ തൊഴിലാളികൾക്കോ നമുക്ക് പൂർണ്ണമായും ഉൽപ്പന്ന വില കൊടുത്തു തീർക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ പദ്ധതി വിഹിതം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് പൂർണ്ണമായിട്ടും കുടിശ്ശിക തുക കൊടുത്തു തീർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല കയറിയാണുകൾ നമുക്ക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ആവശ്യകതയുണ്ട്. പക്ഷെ അത് നമ്മുടെ കേരളത്തിൽ അതിന്റെ ഒരു പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നില്ല. ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രതിഭാസമാണ്. കേരളത്തിലെ കയർ വ്യവസായത്തിന്റെ കഥ ആത്യന്തികമായി ജനങ്ങളുടെ കഥയാണ്. ചകിരിയിൽ നിന്ന് കയർ നൂൽക്കുന്ന പാരമ്പര്യം നെയ്യുന്ന തൊഴിലാളികൾ, പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ഫാക്ടറികളെ സജീവമായി നിലനിർത്തുന്ന സംരംഭകർ, കേരളത്തിന്റെ കരകൗശല വൈദഗ്ധ്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കയറ്റുമതിക്കാർ. കയർ മേഖലയെ സംരക്ഷിക്കുക എന്നത് ഒരു വ്യവസായത്തെ സംരക്ഷിക്കുക മാത്രമല്ല, ഒരു സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുകയും ഉപജീവന മാർഗം സംരക്ഷിക്കുകയുമാണ്. പ്രഭാതഭേരി